അതുകൊണ്ട് മേഖലയിലെ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നതാണ് ഉചിതം എന്നതിലേക്കാണ് ആളുകൾ എത്തുന്നത്, രാജ്യങ്ങൾ എത്തുന്നത്. ഇതുതന്നെയാണ് പലപ്പോഴും ഞാനും നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അതുതന്നെയാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് എന്നത് കാണുമ്പോൾ ഒരു വിദേശകാര്യ വിദഗ്ധനായ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും നല്ല അഭിമാനമുണ്ട് കേട്ടോ. ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കും വരെ യുദ്ധം തുടരുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച അമേരിക്ക ഒടുവിൽ പൊടുന്നനെ യുദ്ധം നിർത്തിയിട്ട് ഇന്നേക്ക് 3 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അമേരിക്ക യുദ്ധം നിർത്തിയത്? ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇതുവരെ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൃത്യമായി ആ ഉത്തരം ലഭ്യമായിരിക്കുകയാണ്. ഗതികെട്ട ഗൾഫ് രാജ്യങ്ങളടക്കം ഹോർമൂസിൽ നിന്ന് അമേരിക്കയെ ചവിട്ടി പുറത്താക്കുകയാണെന്ന കാര്യവും ഇപ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. നോക്കാം, ട്രംപിന്റെ മർമ്മത്ത് തന്നെ പ്രഹരിച്ച് ഇറാൻ തന്ത്രപരമായി നീങ്ങിയതോടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്ന്. ഹോർമൂസിനെ ചൊല്ലിയുള്ള തർക്കം കീറാമുട്ടിയായി നിൽക്കുമ്പോൾ പുതിയൊരാശയവുമായാണ് ഒമാൻ രംഗത്ത് വന്നത്. ഹോർമൂസ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളും ഹോർമൂസിന്റെ തീരത്തുള്ള രാജ്യങ്ങളും ചേർന്നുള്ള ഒരു പുതിയ മുന്നണി എന്ന ആശയമാണ് ഒമാൻ മുന്നോട്ട് വെച്ചത് കേട്ടോ. ഇതിൽ ഇറാനും ഇറാഖും ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ സുരക്ഷിതമായ കപ്പൽ യാത്രയും വാണിജ്യവും ഒക്കെ ഈ രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാകും. അതായത് അമേരിക്ക പറയുന്നത് പോലെ ഹോർമൂസിലൂടെ കപ്പലുകൾക്ക് കടന്നു പോകാൻ ഇറാനെതിരായ യുദ്ധത്തിന്റെയോ സൈനിക നടപടികളുടെയോ ആവശ്യമുണ്ടാകില്ല. ഫലത്തിൽ ഹോർമൂസിൽ ഒരു പങ്കുമില്ലാത്ത അമേരിക്ക ഇവിടെ വേണ്ട എന്ന് തീർത്തു പറയുക തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഈ ഏറ്റവും പുതിയ കൂട്ടായ്മ. അമേരിക്കയാണല്ലോ ഹോർമൂസിലെ ഇപ്പോഴത്തെ സകല കുഴപ്പങ്ങളുടെയും മൂല കാരണം. ഇറാന്റെ കപ്പലുകളെ മാത്രമേ തടസ്സപ്പെടുത്തൂ എന്ന് പറയുമ്പോഴും അമേരിക്കയ്ക്ക് ഹോർമൂസിൽ എന്തു കാര്യമാണെന്ന നിർണായകമായ ചോദ്യമാണ് പരോക്ഷമായും പ്രത്യക്ഷമായും ഇറാൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? പശ്ചിമേഷ്യയിൽ ഗൾഫ് രാജ്യങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ എന്തിനാണ് ട്രംപിന്റെ നേരിട്ടുള്ള ഇടപെടൽ? എന്തിനാണ് അമേരിക്കയുടെ സൈനിക നടപടി? അവിടെ ഉപരോധം നടത്താൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണുള്ളത്? ഏതാനും മാസങ്ങളായി ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതെല്ലാം എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. മേഖലയിലെ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഹോർമൂസ് എന്ന കടലിടുക്കിനോട് അഭിമുഖമായി നിൽക്കുന്നത് 3 രാജ്യങ്ങളാണല്ലോ. വടക്കു ഭാഗത്ത് ഇറാൻ, തെക്കു ഭാഗത്ത് UAE, അതുപോലെ തന്നെ ഒമാനും. ഹോർമൂസിന്റെ പ്രവേശന കവാടത്തിൽ കൃത്യമായി ആദ്യം വരുന്നത്, പുറംകടലിൽ നിന്ന് വരുമ്പോൾ കാണുന്നത് ഒമാനാണ്, വടക്ക് ഇറാനാണ്. ആ ഹോർമൂസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പിന്നീട് UAE തീരത്തു കൂടി വേണം പോകാൻ. ഇപ്പോഴത്തെ അമേരിക്ക നിർദ്ദേശിക്കുന്ന പാതയിൽ ഇറാന്റെ സമീപത്തു കൂടെ വേണമെങ്കിലും പോകാം. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ ചേർന്ന ഒരു ധാരണയിൽ എത്തുകയാണ് ഹോർമൂസിലെ പ്രശ്നപരിഹാരത്തിനും നിയന്ത്രണത്തിനും ഏറ്റവും നല്ലത് എന്ന ചിന്തയാണ് ഇവരെല്ലാം കൂടി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് ഔപചാരികമായി ഇറാനും ഒമാനും തമ്മിൽ ചർച്ചകളിലൂടെ പ്രാബല്യത്തിലാക്കാനുള്ള ഒരു നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ഒമാന്റെ ഒരു പ്രതിനിധി സംഘം ഇപ്പോൾ ടെഹ്റാനിലുണ്ട്. അവർ കൂലങ്കഷമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തെ വളരെ നിർണായകമായാണ് അമേരിക്കയും നോക്കിക്കാണുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് മേഖലയിൽ കൂടുതൽ പ്രകോപനം നടത്തി പണി വാങ്ങണ്ട അഥവാ പുറത്താക്കപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കണ്ട എന്ന് കരുതി അമേരിക്ക ഇറാനിലേക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നത്. അല്ലാതെ ട്രംപ് പറയുന്നത് പോലെ ഇറാൻ കരഞ്ഞ് കാലു പിടിച്ചത് കൊണ്ടാണ് എന്നാരും ധരിക്കേണ്ട. അത് തെറ്റാണ്, അത് നുണയാണ്. തങ്ങളുടെ വലിയ വീഴ്ച മറച്ചു വെക്കാൻ വേണ്ടിയുള്ള അമേരിക്കയുടെ കുതന്ത്രമാണ് എന്നുള്ളതും നമ്മൾ ചേർത്ത് വായിക്കണം. ഇറാന്റെ ഭാഗത്തു നിന്നും വലിയ ആക്രമണങ്ങൾ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ടുണ്ടായിട്ടില്ല എന്നതും വളരെ നിർണായകമായ കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധ ഇപ്പോഴും പൂർണ്ണമായി ഹോർമൂസിലേക്ക് തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഇതിലെ ഏറ്റവും രസകരമായ വസ്തുത ഹോർമൂസിനെ ചൊല്ലി ആയിരുന്നില്ല ഇറാനും അമേരിക്കയും തമ്മിലോ ഇറാനും ഇസ്രായേലും തമ്മിലോ ഉള്ള പ്രശ്നം എന്നതാണ്. അതായത് ഈ യുദ്ധം തുടങ്ങാനുള്ള വിഷയം, മൂല കാരണം എന്ന് പറയുന്നത് ആണവ നിരായുധീകരണമായിരുന്നു. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ നിന്ന് വിജയകരമായി, ഞാൻ വീണ്ടും 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 പറയും, വിജയകരമായി ആ കുന്തമുന ഹോർമൂസിലേക്ക് തിരിച്ചു വെക്കുക എന്നതായിരുന്നു ഇറാന്റെ സ്ട്രാറ്റജി. അത് വെറും സ്ട്രാറ്റജി അല്ല, തന്ത്രപരമായ ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു. ആ സ്ട്രാറ്റജിയിൽ ട്രംപ് തലകുത്തി വീഴുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടതും
ദാ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതും. പലപ്പോഴും ഇറാന്റെ ഈ നിലപാടുകൾ ഒരുപാട് അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതായത് ഇറാന്റെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് നീങ്ങാതെ അമേരിക്കയ്ക്ക് രക്ഷയില്ലാതെയായി എന്ന ഘട്ടം വന്നു ചേർന്നിരിക്കുന്നു. ഹോർമുസ് ചർച്ച ചെയ്യാൻ അമേരിക്ക ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നു. അതും ഇറാനും ഒമാനും ഗൾഫ് രാജ്യങ്ങളും പറയുന്നിടത്തേക്ക് അമേരിക്ക വരേണ്ടി വരുമെന്ന സ്ഥിതി സംജാതമായിരിക്കുന്നു. ആണവ വിഷയമെന്ന അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ച ചർച്ച ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. ലോകം ആ വിഷയത്തിലേക്ക് നോക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇറാൻ തന്ത്രപരമായി മുന്നോട്ട് വെച്ച ഹോർമുസ് സ്ട്രാറ്റജി ഇപ്പോൾ ലോകം മുഴുവൻ ഒരു ഹൈ ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹോർമുസിലൂടെ ഒരു സുഗമമായ യാത്രാപഥം ഒരുങ്ങട്ടെ എന്നതിനാണ് ഇപ്പോൾ എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. ആ സുഗമമായ യാത്രാപഥം എന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു എക്സിറ്റ് പോയിന്റ് കൂടിയാകും. അവരുടെ എണ്ണ കൊണ്ടുപോകണം. അതുകൊണ്ട് മേഖലയിലെ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നതാണ് ഉചിതം എന്നതിലേക്കാണ് ആളുകൾ എത്തുന്നത്, രാജ്യങ്ങൾ എത്തുന്നത്. ഇതുതന്നെയാണ് പലപ്പോഴും ഞാനും നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അതുതന്നെയാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് എന്നത് കാണുമ്പോൾ ഒരു വിദേശകാര്യ വിദഗ്ധനായ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും നല്ല അഭിമാനമുണ്ട് കേട്ടോ. ഇവിടെ രണ്ട് രാജ്യങ്ങൾ മാത്രം തമ്മിലാണ് ഇപ്പോൾ ചർച്ച. ആ ചർച്ചയുടെ റിസൾട്ടിന് വേണ്ടിയാണ് ലോകം മുഴുവൻ കാത്തിരിക്കുന്നത്. ആ ചർച്ചയിൽ അമേരിക്ക നേരിട്ട് ഇടപെട്ടിട്ടില്ല, അമേരിക്കയെ ഇടപെടുത്തിയിട്ടില്ല, അമേരിക്കയ്ക്കൊട്ട് ഇടപെടാനും കഴിയില്ല. അമേരിക്ക ഇറാനുമായുള്ള ഒരു ചർച്ച നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ചർച്ചയിലൂടെ ഹോർമുസിലെ പ്രശ്നങ്ങൾ തങ്ങൾ പരിഹരിച്ചു എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാനാണ് അമേരിക്ക തയ്യാറാകുന്നത്. അതിലൂടെ ഹോർമുസിൽ ഞങ്ങൾക്കുമുണ്ട് നിയന്ത്രണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പടക്കപ്പലുകൾ കൊണ്ടിടാനാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. അതായത് ഹോർമുസിൽ അമേരിക്കയായിട്ടുണ്ടായ കുഴപ്പം അമേരിക്ക തന്നെ സൈനിക നടപടിയിലൂടെ തീർത്ത് അങ്ങനെ ഹോർമുസിൽ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഹോർമുസിൽ ഒരു സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ആ പഴയ മോഡൽ തന്ത്രം. അത് പക്ഷേ ഇവിടെ ചിലവാകില്ല എന്നതിലേക്കാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത്. ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഒമാൻ ചർച്ചകളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഭാവി ചർച്ചകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ധാരണ ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ എങ്ങനെയാണ് യുദ്ധം നിർത്തുക എന്ന ചോദ്യവും മറുവശത്ത് നിൽക്കുന്നുണ്ട്. ഒരു ധാരണയുമില്ലാതെ, ഒരു ചിന്തയുമില്ലാതെ, പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളുമായി ഒരു കൂടിയാലോചനയുമില്ലാതെ അമേരിക്ക പൂർണ്ണമായും ഏകപക്ഷീയമായാണ് ഇസ്രായേലിനെയും കൂട്ടി ഈ യുദ്ധത്തിനിറങ്ങിയത്. അതുകൊണ്ട് തന്നെ അമേരിക്ക അത്തരത്തിൽ ഒരു പിൻവാങ്ങൽ നടത്തിയാൽ അമേരിക്കയുടെയും ട്രംപിൻ്റെയും മുഖം നഷ്ടപ്പെട്ടു എന്നും പിന്നീട് ആരും അമേരിക്കയെ വകവെക്കില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് വളരെ നിർണായകമായ ഒരു ഗുരുതരാവസ്ഥയിലാണ് എന്നുകൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഒരു നിർണായകമായ ധാരണയിലെത്തിയാൽ, പ്രത്യേകിച്ച് ഇറാനും ഒമാനും തമ്മിൽ ഒരു ധാരണയിലെത്തിയാൽ പിന്നെ ട്രംപിന് അത് അനുസരിക്കുകയല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടാകില്ല. ഹോർമുസ് വഴി അകത്തേക്ക് വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന കപ്പലുകൾ പ്രധാനമായും കണക്ട് ചെയ്യുന്നത് 8 രാജ്യങ്ങളെയാണ്: ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, UAE, ബഹ്റൈൻ എന്നിവയാണ് ആ രാജ്യങ്ങൾ. അപ്പോൾ ഈ രാജ്യങ്ങൾ, അതായത് മേൽപ്പറഞ്ഞ 8 രാജ്യങ്ങൾ, GCCയിലെ 6 രാജ്യങ്ങളും GCCക്ക് പുറത്തുള്ള ഇറാനും ഇറാഖും ചേർന്നതല്ലേ ഹോർമുസിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട സമിതി? അവരല്ലേ കാര്യങ്ങൾ നടപ്പാക്കേണ്ടത്? അവരല്ലേ അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്? അവർക്കല്ലേ ധാർമ്മികമായി അതിനുള്ള അവകാശം? ആ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഒരു രീതിയിലുള്ള ചുങ്കവും ചുമത്തേണ്ട കാര്യവുമില്ലല്ലോ. അവരെല്ലാം തന്നെ പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി അതിർത്തി പങ്കിടുന്ന ജല അതിർത്തിയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവരുടേതാണ് പേർഷ്യൻ ഗൾഫ്. ഇവരെല്ലാം തമ്മിൽ ഒരു ധാരണയുണ്ടായാൽ, ഉണ്ടാകണമെങ്കിൽ ഇറാൻ ആദ്യം പറയുന്നത് അമേരിക്കയുടെ സാന്നിധ്യം ഉണ്ടാവരുത് എന്നാണ്. അതായത് പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കയെ കെട്ടുകെട്ടിക്കാനുള്ള തന്ത്രപരമായ യുദ്ധ സ്ട്രാറ്റജിയാണ് ഇവിടെയും ഇറാൻ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം കാണണം കേട്ടോ. അതിലേക്ക് എല്ലാവരും എത്തിയാൽ വളരെ ലളിതമായി ഹോർമുസ് പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന പ്രതീതിയും ഇറാൻ നിരന്തരമായി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹോർമുസിൽ ചർച്ചകൾ നടക്കുമ്പോൾ, ഇറാനും ഒമാനും തമ്മിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇറാൻ അമേരിക്കയ്ക്ക് നേരെയുള്ള പ്രതികാരം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്, യുദ്ധം തൽക്കാലത്തേക്ക് അവസാനിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടി വരും. ഈ കോളനിയിൽ, ഈ കമ്മ്യൂണിറ്റിയിൽ, ഈ പ്രദേശത്തെ ബാഹ്യശക്തികൾ ഉണ്ടാകേണ്ട ഒരു കാര്യവുമില്ല.
അമേരിക്കയും ഉണ്ടാകണ്ട, ഇസ്രായേലും ഉണ്ടാകണ്ട. ഈ ഹോർമൂസ് ഭാഗത്തോ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫുമായി അതിർത്തി പങ്കിടുകയോ ചെയ്യുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന് ഇവിടെ ഒരു കാര്യവുമില്ല, അമേരിക്കയ്ക്ക് യാതൊരു കാര്യവുമില്ല. അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തീരുമാനിക്കട്ടെ. പ്രത്യേകിച്ച് ആദ്യം ചർച്ച നടത്തുന്ന ഒമാനും ഇറാനും ചേർന്ന ഒരു ധാരണയിൽ കാര്യങ്ങൾ തീരുമാനമാകട്ടെ. ഇനി എന്താകും ആ തീരുമാനങ്ങൾ എന്നത് സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ കൂടി ഞാൻ പറയാം. സമാധാന കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഹോർമൂസിൽ ടോൾ സമ്പ്രദായം നിലവിൽ വരും. പേർഷ്യൻ ഗൾഫിലേക്ക് കടന്നു വരുന്ന പ്രദേശത്തെ 8 രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഒരു ടോളും ബാധകമാവില്ല. അവർക്ക് യഥേഷ്ടം അവരുടെ കപ്പലുകൾക്ക് സഞ്ചരിക്കാം, പുറത്തേക്ക് പോകാം, അകത്തേക്ക് വരാം. ഇതോടെ ഇറാന് മേലുള്ള സകല അമേരിക്കൻ ഉപരോധങ്ങളും ചീറ്റിപ്പോകും എന്നതും നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ മറ്റു രാജ്യങ്ങൾ ടോൾ നൽകേണ്ടി വരും. റഷ്യയും അമേരിക്കയും ചൈനയും അടക്കം മറ്റ് സകല ലോകരാജ്യങ്ങളും ഇത് പാലിക്കേണ്ടിയും വരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അകത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ മറ്റൊരു ധാരണയ്ക്കും സാധ്യതയുണ്ട്. ഒരു GCC+1 എന്ന ഒരു ധാരണയാകാനാണ് സാധ്യത. അതായത് ഈ രാജ്യങ്ങളുമായി അടുത്ത ബന്ധമുള്ള മറ്റു രാജ്യങ്ങൾക്ക് ടോളിൽ ഇളവുണ്ടാകും. അതായത് ഈ രാജ്യങ്ങൾ ഒരു കൺസോർഷ്യം രൂപീകരിച്ച് പ്രദേശത്തെ സകല കാര്യങ്ങളും തീരുമാനിക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട റോള് ഇറാനും ഒമാനുമായിരിക്കും. അതുകൊണ്ട് ടോൾ നിരക്ക് ഈ രാജ്യങ്ങൾ തീരുമാനിക്കുന്നത് പോലെയായിരിക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നാമമാത്രമായ ചുങ്കമായിരിക്കും ചുമത്തുക. എന്നാൽ അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾക്ക് വൻ തുക ടോൾ ചുമത്താനും സാധ്യതയുണ്ട്. അതായത് വെറുതെ ഇരുന്ന ഹോർമൂസിൽ കോലിട്ടിളക്കി ഇക്കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ അമേരിക്ക ഈ പുതിയൊരു തിരിച്ചടിയും ഏറ്റുവാങ്ങാൻ പോകുന്നു സമീപ ഭാവിയിൽ എന്ന് തന്നെ നോക്കിക്കാണണം. ഈ ഡീൽ നിലവിൽ വന്നാൽ അമേരിക്കയുടെ അടപ്പിളകുമെന്ന കാര്യത്തിലും വലിയ സംശയമൊന്നുമില്ല. പക്ഷെ ഇതല്ലാതെ അമേരിക്കയ്ക്ക് മുന്നിൽ ഹോർമൂസിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വേറെ മാർഗമില്ലെന്നും നമ്മൾ നോക്കിക്കാണണം. ബലം പ്രയോഗിച്ചും ഇറാനിലേക്ക് ആക്രമണം നടത്തിയും യുദ്ധം ചെയ്തും ഒന്നും നേടാൻ കഴിയില്ല എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. യുദ്ധം കൊണ്ട് വലിയ നഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് സംഭവിച്ചും കഴിഞ്ഞു. ഇറാൻ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളും കൂടി ഹോർമൂസ് നിയന്ത്രിക്കുമെന്ന ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിച്ച് പിന്തിരിയുന്നതായിരിക്കും ട്രംപിന് നല്ലത്. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കയറി കൂടിയത് കൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ തൽക്കാലത്തേക്ക് യുദ്ധം അവസാനിപ്പിച്ച് മാറി നിൽക്കുന്നത് എന്നുകൂടി കാണേണ്ടി വരും. ഇതോടൊപ്പം ആ യുദ്ധത്തിൽ ഇറാൻ നടത്തിയ തിരിച്ചടികൾ, ജോർദാനിലെ വിമാന കേന്ദ്രങ്ങൾ അടക്കം തച്ചു തകർത്ത് തരിപ്പണമാക്കിയ നീക്കങ്ങൾ, അതും വലിയ തിരിച്ചടിയായിട്ടുണ്ട് കേട്ടോ അമേരിക്കയ്ക്ക്. അമേരിക്കയുടെ പ്രധാനപ്പെട്ട അസറ്റുകൾ, വിമാനങ്ങൾ, സൈനികർ ഒക്കെ തകർന്നിട്ടുണ്ട്. ഇനിയും യുദ്ധവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സാമ്പത്തികമായ അടക്കം വലിയ തിരിച്ചടി ഉണ്ടാകും. നമ്മളുടെ പ്രതിരോധശേഷി, ആയുധശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ മുന്നറിയിപ്പുകളും ട്രംപിനെ വല്ലാതെ വിറപ്പിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ട്രംപ് യുദ്ധം നിർത്തി, അത് ഇറാൻ പറഞ്ഞിട്ടാണ്, ഇറാന്റെ ദയനീയാവസ്ഥ കണ്ട് മനസ്സ് വിഷമിച്ചിട്ടാണ് എന്ന മട്ടിലേക്ക് ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നത്. അത് വെറും നുണയാണ് കേട്ടോ. ലോകത്തിന് മുന്നിൽ തകർന്നു തരിപ്പണമായി നിൽക്കുന്ന ഇമേജ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ് ട്രംപ് നടത്തുന്നത്. അല്ലാതെ അതിൽ കവിഞ്ഞൊന്നുമില്ല.